യെരുശലേം നഗരത്തിലേക്കുള്ള യാത്രാമധ്യേ യേശു യെരുശലേമിനെ നോക്കി കരഞ്ഞു. ലൂക്കോസ് 19:41 അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴും അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാത്തതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലുപുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്കൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. യേശു ദൈവാലയത്തെ നോക്കി, യെരുശലേം നഗരത്തെ നോക്കി പ്രവചിച്ച ഒരു പ്രവചനമാണ് നമ്മളിവിടെ വായിച്ചത്. ഇതിന് പല കാരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. യെരുശലേമിനെ ഓർത്ത് നമ്മുടെ കർത്താവ് എപ്പോഴും ദുഃഖിച്ചിരുന്നു. കാരണം മറ്റൊരു സന്ദർഭത്തിൽ യേശു പറഞ്ഞു, ലൂക്കോസ് 13:34 പ്രവാചകന്മാരെ കൊല്ലുകയും യെരുശലേമിലെ ജനത്തിൻ്റെ അടുക്കലേക്ക് അയച്ച ദൈവഭൃത്യന്മാരെ കല്ലെറിയുകയും ചെയ്ത ഒരു പട്ടണമായിരുന്നു യെരുശലേം. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ അവരെ ചേർക്കുവാൻ ദൈവത്തിന് പലവട്ടം മനസ്സായിരുന്നു. എന്നാൽ അവർക്ക് മനസ്സായില്ല. ആ സന്ദർഭത്തിൽ യേശു പറഞ്ഞത്, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളും നിങ്ങളെന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. കർത്താവിൻ്റെ ജീവിതം നാം പഠിച്ചാൽ ഒരിക്കലും താൻ ക്രൂശിൽ അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടപ്പാടുകൾ ഓർത്ത് കരഞ്ഞിട്ടില്ല. തൻ്റെ ജീവിതത്തിലെ ഒരു കാര്യവും വിചാരിച്ച് താൻ സങ്കടപ്പെട്ടിട്ടില്ല. തൻ്റെ സങ്കടം മുഴുവൻ തൻ്റെ പിതാവിൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹയായി മാറിയതും അതിനെ അവർ വാണിഭശാല ആക്കി മാറ്റിയതും ഒക്കെയായിരുന്നു. അവിടുത്തെ കൊടുക്കൽ വാങ്ങലുകളും ആത്മീയതയ്ക്ക് പകരം അവിടെ നടക്കുന്ന കച്ചവടങ്ങളും ബിസിനസ്സുകളും ഒക്കെയായിരുന്നു യേശുവിൻ്റെ വേദന മുഴുവൻ. 119 സങ്കീർത്തനം 53 വചനത്തിൽ നിന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ദാവീദിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. 119 സങ്കീർത്തനം 136 വാക്യത്തിൽ അവർ നിൻ്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാത്തത് കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. 158 വചനത്തിൽ ഞാൻ ദ്രോഹികളെ കണ്ടു വ്യസനിച്ചു, അവർ നിൻ്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ. ദാവീദിൻ്റെ മനോവേദന എന്തായിരുന്നു? ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാത്ത ദ്രോഹികളായ മനുഷ്യരെ കണ്ടിട്ട് ദാവീദ് വ്യസനിക്കുകയാണ്. മാത്രമല്ല, നാം തിരുവെഴുത്തിൽ കാണുന്നത് ന്യായപ്രമാണം ഉപേക്ഷിച്ച് നടക്കുന്ന ആളുകൾ നിമിത്തം ഉഗ്രകോപം ദാവീദിനുണ്ടാവുകയാണ്. യെരുശലേമിനെ നോക്കി യേശു കരഞ്ഞു. അവർക്ക് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ലായിരുന്നു. അതവർക്ക് മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കല്ല് കല്ലിൻ്റെ മേൽ ശേഷിക്കാതെ ഇത് തകർന്നു പോകുന്ന ഒരു സമയം വരും. ദൈവത്തിൻ്റെ ആലയം എന്തിനു വേണ്ടിയാണോ ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിച്ചത്, അതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ ലക്ഷ്യവും എല്ലാം തകർക്കപ്പെട്ടപ്പോൾ ദൈവം തന്നെ തൻ്റെ കോപം അവിടെ വെളിപ്പെടുത്തി. എങ്കിൽ സഭയാകുന്ന ദേവാലയം ഈ ഭൂമിയിൽ സ്ഥാപിച്ചത് യേശു കർത്താവാണ്. യേശു സ്ഥാപിച്ച 2 സ്ഥാപനങ്ങൾ, ഒന്ന് സഭയും മറ്റൊന്ന് കുടുംബവുമാണ്. ഒരു കുടുംബം ഈ ഭൂമിയിൽ സ്ഥാപിച്ചപ്പോൾ ദൈവത്തിന് ആ കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതികൾ തിരുവെഴുത്തിലുണ്ട്.
ഒരു കുടുംബം എങ്ങനെയായിരിക്കണം, ഭാര്യ, ഭർത്താവ്, മക്കൾ ആരൊക്കെ കുടുംബത്തിലുണ്ടോ അവരൊക്കെ വചനപ്രകാരം ഏത് നിലവാരത്തിൽ ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നു. അതുപോലെ തന്നെ ഒരാലയം, സഭയാം ദേവാലയം എപ്രകാരമായിരിക്കണം? ലോകത്തിൻ്റെ വെളിച്ചമായി, ഭൂമിയുടെ ഉപ്പായി, മലമേൽ ഉയർന്നിരിക്കുന്ന പട്ടണമായി, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നവരായി, ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി ഈ ലോകത്തിൽ വെളിപ്പെടേണ്ട ദൈവസഭ. യെരൂശലേം ദേവാലയം യേശുവിൻ്റെ ഹിതത്തിന് വെളിയിൽ പോയപ്പോൾ അതിനൊരു ന്യായവിധി യേശു പ്രവചിച്ചു. വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു യേശു. ഇവിടെയും ദൈവസഭ ലക്ഷ്യം തെറ്റിപ്പോവുകയാണ്. കണ്ണുമങ്ങിയ ദർശനമില്ലാത്ത ഒരുപിടി ആളുകളുടെ കയ്യിലാണ് ദൈവസഭയുടെ മുഴുവൻ നിയന്ത്രണവും. ആകപ്പാടെ എല്ലാം താളം തെറ്റുന്നത് പോലെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ നാറലുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പോലെ ഒരു ശുദ്ധീകരണം ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് അനുതപിച്ച് ഏതിൽ നിന്ന് വീണു എന്നോർത്ത് നാം മടങ്ങി വരുന്നില്ലെങ്കിൽ തീർച്ചയായും നാം ദൈവസഭയുടെ മേൽ ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നതിന് ദൃക്സാക്ഷികളാകേണ്ടി വരും. നമുക്ക് അനുതപിക്കാം, നമുക്ക് കരയാം, മടങ്ങി വരാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. വചനപ്രകാരം ദൈവവചനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നവരെ ദൈവം ബലപ്പെടുത്തി അനുഗ്രഹിക്കണം.